ഹലോ മുത്തുമണീസ്, ഞാൻ ഇന്നൊരു പുതിയ വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. ഞാനിതാ ഒരു ബ്രൈഡൽ മേക്കപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് ഈ ബ്രൈഡൽ മേക്കപ്പിനോട് ഭയങ്കര ക്രൈസാണ് കേട്ടോ. അപ്പോൾ അതൊരു ഇഷ്ടമുള്ള ഫീൽഡാണ്. മുമ്പേ ഞാൻ ചെയ്തിരുന്നൊരു ഫീൽഡാണ്. അപ്പം ഞാൻ ഒന്നും കൂടി പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മേക്കപ്പ് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴേ ഞാൻ മേക്കപ്പ് ക്ലാസ്സിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ ബ്രൈഡിൻ്റെ വിശേഷങ്ങളും മറ്റുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനിതാ വഴിയേ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ എല്ലാ വിശേഷങ്ങളും നമുക്ക് ഇതിലൂടെ കേൾക്കാട്ടോ. ഇന്ന് ഞങ്ങളെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ബ്രൈഡിനെ ഒരുക്കി സബ്മിറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഓരോ ബ്രൈഡായിരുന്നു ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ അതിനെക്കുറിച്ച് ഞങ്ങളുടെ സാറ് പറയുന്നത് ഒന്ന് കേട്ട് നോക്കിയേ. സാധാരണ നമുക്കൊരു ട്രെയിനിങ് കോഴ്സിന് പോയാൽ മതി. അതിനപ്പുറത്തേക്ക് നമ്മൾ നിങ്ങളുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ആണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് എടുത്തിട്ട് നിങ്ങളോട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പോകുന്നതിന് പകരം സാധാരണ ആൾക്കാരാണ്. അപ്പം അങ്ങനെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ടാണ് ഇവർ അത് ആക്സെപ്റ്റ് ചെയ്തതും അത് ഇവിടെ നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ എന്തായാലും ഈ മെറൂൺ കളറ് ചുരിദാറിട്ടതാണ് നമ്മുടെ ഫാക്കൽറ്റി സജ്ന മിസ് ഇട്ടാ. സജ്ന മിസ്സിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് രാമനാട്ടര ലക്കാസ എന്നാ പറയട്ട. അങ്ങോട്ട് ബ്യൂട്ടി പാർലറും ആണ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയാണ് കേട്ടോ. മിസ് എല്ലാവർക്കും ഇങ്ങനെ മേക്കപ്പ് ക്ലാസ് കൊടുക്കുന്ന ആളാണ്. അപ്പൊ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഫാക്കൽറ്റി ആയിട്ട് കിട്ടിയത് സജ്ന മിസ്സിനെയാണ്. അപ്പൊ നല്ലൊരു മിസ്സിനെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഫാക്കൽറ്റി ആയിട്ട് കിട്ടിയത്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തെ ക്ലാസ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ മിസ് ഞങ്ങളെ കുറിച്ച് ഞങ്ങളെ ബ്രൈഡിനെ ഒരുക്കിയതും ബ്രൈഡിന്റെ കാര്യങ്ങളും മറ്റും എല്ലാം കൂടി എല്ലാവരോടും ചർച്ച ചെയ്തതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ മിസ് പറയണതും രാജസാർ പറയണതും എല്ലാവരും ഒരുക്കണേക്കാളും നല്ലൊരു രീതിയിലാണ് ഞങ്ങള് ബ്രൈഡിനെ ഒരുക്കിയത്. നല്ലൊരു ഭാവിയുണ്ട്, നല്ലൊരു മിസ് തന്നതിലും കൂടുതലായിട്ട് മിസ്സിന് ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊക്കെയാണ് മിസ് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങള് ഇതേ ബ്രൈഡിനെ ഒരുക്കലൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും ബ്രൈഡിനായിട്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. പല രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകൾ നടക്കുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ടും വേറെ ആയിട്ട്. ഇവർ എന്തൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ക്യാമറക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അനീഷയും റഷീദയൊക്കെ ഇത് നോക്കിയേ. ഇനി നമുക്കിതാ മൊത്തത്തിൽ ബ്രൈഡ്സിന്റെ കാര്യങ്ങളും എല്ലാ ബ്രൈഡ്സിനും സെപ്പറേറ്റ് കാണാനുള്ളൊരു ചാൻസ് ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇടുന്നത്. ഓരോരുത്തര് ബ്രൈഡ്സിന് നമുക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റും. അങ്ങനെ ഇതായ മൊത്തം ബ്രൈഡ്സ് ഒന്നിച്ച് നിന്നിട്ടുള്ള റീൽസ് എടുക്കാനുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് ഇതിട്ട്. എല്ലാവരും കൂടി റീൽസ് എടുക്കാൻ നിൽക്കണേ. 2 days ആയിട്ടാണ് നമുക്ക് എക്സാം ഉണ്ടായിരുന്നേ. പകുതി തന്നെ ഇല്ല, പകുതിയിലും കുറവായിരുന്നു ഫസ്റ്റ് ഡേയിലുള്ള ബ്രൈഡ്സിന് ഒരിക്കല്. സെക്കൻഡ് ഡേയ്സില് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഓരോ ബ്രൈഡ്സ് ആണ് ഇതിട്ടാ. ഓരോ ബ്രൈഡ്സിനെ വിവിധ മോഡലിലാണ് ബ്രൈഡ്സിനെ ഒരുക്കിയിട്ടുള്ളത്. പല ബ്രൈഡ്സും പല മോഡലിലാണ് ഒരുങ്ങിയിട്ടുള്ളത്. അതിൽ ക്രിസ്ത്യൻ ലുക്ക് ഉണ്ട്, മുസ്ലിം ലുക്ക് ഉണ്ട്, ഇജാബി ലുക്ക് ഉണ്ട്, റിസപ്ഷൻ ലുക്ക് ഉണ്ട്, പിന്നെ ഹിന്ദുസിന്റെ മോഡല്. എല്ലാ മോഡലിലും ഇങ്ങനെ പല വെറൈറ്റി രീതിയിലാണ് നമ്മൾ എല്ലാ ബ്രൈഡ്സിനും എല്ലാ മോഡലിലും ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഒരേ ടച്ചിങ്ങിലല്ല വന്നിട്ടുള്ളത്, പലതും പല ടച്ചിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓരോരോ ബ്രൈഡിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സൗണ്ട് ഇത്തിരി ഡിസ്റ്റർബ് ഉണ്ട്, ജലദോഷത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ വിഷയാക്കണ്ട, ജലദോഷം മാറിയിട്ട് ഇനിയിപ്പോൾ ഇത് അടുത്തുനിന്ന് ഇത് എന്നോ ചെയ്ത് വെച്ച വീഡിയോ ആണ്. ഇതുവരെ ഇത് ചെയ്യാൻ പറ്റിയില്ല. ചെയ്യാൻ പറ്റാത്ത കാരണം ഓരോ പ്രോബ്ലംസ് ആയിട്ട് അങ്ങനെ പോകട്ടെ. ഇതാണ് രാജേഷ് സാർ. ഞങ്ങളിവിടെ ലൈം ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കുടിക്കണം കേട്ടോ. അവിടുന്ന് മൊത്തത്തിൽ ഓർഡർ ചെയ്താണ്. എല്ലാവർക്കും കൂടി ലൈം ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് നമുക്ക് എടുത്ത് പറയാനുള്ള ഓരോരോ കാര്യങ്ങൾ എന്താ വെച്ചാൽ എല്ലാവരും ഒരുക്കിയത് നല്ല രീതിയിലായിരുന്നു, നല്ല ഭംഗിയിലായിരുന്നു.
ഓരോ ബ്രൈഡ്സിനെയും ഒരുക്കിയിട്ടുള്ളത്. പല ബ്രൈഡ്സും പല വെറൈറ്റി. അപ്പോൾ ഇത്രയും കൂടുതൽ ബ്രൈഡ്സിനെ ഇങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ. അതെന്താ വെച്ചാൽ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ലൊരു പറ്റിയൊരു ഇടായിരുന്നു കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഓരോ ബ്രൈഡ്സിൻ്റെ അച്ഛന്മാരും ഭയങ്കര റിച്ചാട്ടാ. കണ്ടമാനം സ്വർണ്ണം ഇട്ടിട്ടാണ് എല്ലാ ബ്രൈഡ്സും ഒരുങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടൂടെ, ഇഷ്ടം പോലെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്കറിയൂല. ഞാൻ ഓരോ ബ്രൈഡ്സിനെ കാണിച്ചു തരാം കേട്ടോ. ഇത് പിന്നെ റീൽസിന് ആ ക്യാമറമാന് ക്യാമറ എടുത്തുകൊണ്ട് നിൽക്കണേ ഓരോരോ പോസിൽ. അത് റീൽസ് ആക്കിയിട്ടൊക്കെ ചെയ്യണം. സെപ്പറേറ്റ് ഓരോ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കും അതിൻ്റെ ബ്രൈഡിനും കൂടി ഓരോ റീൽസ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ ക്യാമറമാൻ ഓരോ റീൽസും അങ്ങനെ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേയിലെ എല്ലാ ബ്രൈഡ്സും ആണ് ഇത് കേട്ടോ. അപ്പം അത് അവർ മൊത്തത്തിലൊന്ന് വെച്ചിട്ട് ഒന്നിച്ചൊരു റീൽ എടുക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ഇവരെ അച്ഛന്മാരൊക്കെ ഭയങ്കര പണക്കാരെന്ന്. ഓരോരുത്തരുടെ കഴുത്തിലും കാതിലൊക്കെ ഉള്ള പൊന്നു നോക്കിയങ്ങള് ശരിക്കും ബ്രൈഡ് തന്നെ അല്ലേ. എല്ലാ ബ്രൈഡും വെറൈറ്റി ഓർണമെന്റ്സും വെറൈറ്റി മോഡൽസിലുമാണ് കേട്ടോ എല്ലാ ബ്രൈഡും ഒരുങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും പല രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഒരുങ്ങിയിട്ടുള്ളത്. എല്ലാ ഐറ്റംസ് ബ്രൈഡും ഇതിലുണ്ട് കേട്ടോ. ഇതൊരു വേറെ ബ്രൈഡാണ് കേട്ടോ. ഇത് സെക്കൻഡ് ഡേയ്സിലെ ബ്രൈഡാണ് ഇത്. ഇന്നലെ ബ്രൈഡായി നിന്നിരുന്നവരൊക്കെ ഇന്ന് അടിപൊളി മേക്കപ്പ് മാൻമാരായിട്ട് കൂടെ ഉണ്ട് കേട്ടോ. ഓരോ മേക്കപ്പ് മാൻമാർ ഇന്നലത്തെ ബ്രൈഡുകളെ ലുക്ക് കണ്ടില്ല, ഇന്നിപ്പോൾ അടിപൊളി മേക്കപ്പ് മാൻമാരായിട്ടാണ് ഇന്നുള്ളത്. മേക്കപ്പ് ഒരുക്കണേ, മേക്ക് ഓവർ ചെയ്യണേ ബ്യൂട്ടീഷ്യന്മാരായിട്ടാണ് ഇന്ന് മൊത്തത്തിൽ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പം ഇന്നലെ ഇതിലധിക പേര് ഇന്നലെ ബ്രൈഡ്സ് ആയിരുന്നു കേട്ടോ. റഷീദിന്റെ കൂടെ നിൽക്കണ ബ്രൈഡിനെ റഷീദ് ഒരുക്കിയതാട്ടാ. അങ്ങനെ ഓരോരുത്തരും ഒരുക്കിയതും ഓരോരുത്തരും സെപ്പറേറ്റ് ഒരുക്കിയതും വേറെ ഒരുക്കിയതും അവരൊരുക്കിയത് ഇവരെ മൊത്തത്തിൽ മിക്സ്ഡാണ് കേട്ടാ. ഇങ്ങനെ കലവിലാറുമ്പോണോ ഇവര് ബ്രൈഡിന്റെ കൂടെ ഉണ്ട്, ഇവര് വേറെ ഉണ്ട്. അല്ലെ ഈ ബ്രൈഡിന്റെ റീൽസ് സെപ്പറേറ്റ് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പതേ അവിടെ റീൽസ് എടുക്കുന്ന തിരക്കാണ്. ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഇട്ടാണ് ആ റീൽസൊക്കെ ചെയ്യണത്. ഓരോ ഭാഗത്തായിട്ടാണ് കേട്ടോ ചെയ്യണത്. മൊത്തം ഇവിടെ ഒരു പാർക്ക് ലുക്കാട്ടാ. കുറെ ഈന്തപ്പനമരം ഉണ്ട്, പിന്നെ ഗാർഡൻ ഒരുക്കിയിട്ടുണ്ട്, പിന്നെ പൂളുണ്ട്. അങ്ങനെ വലിയ കലാത്തിയ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുള്ള ഗാർഡന്റെ സൈഡിൽ കലാത്തിയ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് അടിപൊളി ഫോട്ടോഷൂട്ട് ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫോട്ടോഷൂട്ടിനായിട്ട് ഒരുക്കിയ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്ര അടിപൊളിയായിട്ടുള്ളത് വീഡിയോസൊക്കെ. ഇത് ബ്രൈഡ്സിനെ മൊത്തത്തിൽ ഒരുക്കി നിർത്തണേ വേറൊരു രീതിയിൽ റീൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് സെക്കൻഡ് ഡേയ്സിലെ ബ്രൈഡ്സ് ആണ് മൊത്തത്തിലും. ഞാൻ വേറെ പറയണ്ടല്ലോ. റിസപ്ഷൻ ലുക്ക്, ഹിജാബി ബ്രൈഡ്, പിന്നെ ക്രിസ്ത്യൻ ലുക്ക്, ഹിന്ദുസ് ബ്രൈഡ്, അങ്ങനെ പല അടിപൊളി മോഡലിൽ പല രീതിയിലാണ് ബ്രൈഡ്സിനെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. വ്യത്യസ്ത തരം ഓർണമെന്റ്സ് ഉണ്ട് ഇവരൊക്കെ ഒരുങ്ങിയിട്ടുള്ളത്. സാരിയിലെ ലുക്ക് അത് വേറെ തന്നെ അല്ലേ. സാരിയിലൊരു അടിപൊളി കുറച്ച് കൂടുതൽ ആൾക്കാർ സാരിയിൽ ഒരുങ്ങിയിട്ടുണ്ട്. ബ്രൈഡിന് സാരി എപ്പോഴും ഒരു ഭംഗിയാണ്. ലഹങ്ക, ചോടി, അത് ഇത് ലച്ച, അത് ഏതിരുന്നേക്കാളും റിസപ്ഷൻ ലുക്കും ഗൗൺ ഇടുന്നേക്കാളൊക്കെ ഭംഗി സാരിയിൽ ബ്രൈഡ് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഒരുങ്ങുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതിൽ നിങ്ങൾ സാരി ഉടുത്തവരെ സെപ്പറേറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലൊരു അടിപൊളി ഭംഗിയുണ്ട്. എൻ്റെ കണ്ണിന് അങ്ങനെ തോന്നണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നണമെന്ന് എനിക്കറിയില്ല. സാരിയിൽ ഒരുങ്ങിയത് പ്രത്യേകിച്ചൊരു ലുക്ക് വേറെ തന്നെ ഉണ്ട്. ഞാൻ ഗൗണിലാണ് കേട്ടോ അന്ന് എക്സാമിൻ്റെ അന്ന് ഒരുക്കിയ. ഞാൻ നല്ലൊരു പിന്നെ ഗൗണിലാണ് ഒരുക്കിയത്. ചിക്കു കളർ ഗൗണിലാണ് ഞാൻ മണവാട്ടിനെ ഒരുക്കിയത്. ഇത് ഞാൻ ഫസ്റ്റ് ഡേയിൽ മണവാട്ടിനെ ഒരുക്കിയത്. ഇത് സെക്കൻഡ് ഡേയ്സിലെ ബ്രൈഡ്സ് ആണെന്ന് പറഞ്ഞില്ലേ. സെക്കൻഡ് ഡേയ്സിലാണ് ബ്രൈഡ്സ് കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഇതേ ഓരോ ലുക്കും നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഇതിലേത് ലുക്കാ രസം, ഏത് ബ്രൈഡാ രസം എന്നൊക്കെ ഒന്ന് പറഞ്ഞേണേ. അപ്പം ഇതാ ഇങ്ങനത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്താ വെച്ചാൽ നമ്മളൊരു ബ്രൈഡിനെ ഒരുക്കണമെങ്കിൽ ഒരു 3 hour
ടൈം എന്തായാലും വേണം. 3 അവർ 2.5 മാക്സിമം 3 അത്ര ടൈം എന്തായാലും വേണം. മുടിയൊക്കെ നല്ലോണം ക്രിമ്പ് ചെയ്ത് കേൾ ചെയ്തൊക്കെ കെട്ടൊക്കെ ആണെങ്കിൽ അയണിങ് ഒക്കെ ചെയ്ത് കെട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു 3 മണിക്കൂർ മാക്സിമം എടുക്കും. ഞങ്ങൾ മിസ്സതായ ഓടിപ്പോണം ബ്രൈഡിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫോട്ടോ എടുക്കാനും, ബ്രൈഡിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മിസ്സതായ അങ്ങോട്ട് ഓടിയതാണ്. അത് മൊത്തം എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കണേ. അപ്പോൾ അടിപൊളിയല്ലേ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ബ്രൈഡിൻ്റെ സെപ്പറേറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് പോവാട്ടോ. ഇത് ഫസ്റ്റ് ഡേറ്റ്സിലെ ബ്രൈഡാണെന്ന് നിങ്ങളോട് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ എന്താവോ? അപ്പോൾ അവരെ നമ്മൾ ഗാർഡനിൽ നിർത്തിയിട്ടൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന വീഡിയോസാണ് ഈ ഓടുന്നത്. അപ്പോൾ ഓരോ ബ്രൈഡ്സും ഓരോ സെപ്പറേറ്റ് വെറൈറ്റി ഡിസൈനിലാണ്. ലിജിയാണ് കേട്ടോ ഫസ്റ്റ് പോയ, പിന്നെ നജ്മു, പിന്നത് മെറൂൺ കളറിൽ ഒരുക്കിയത് ഹസീന ഒരുക്കിയതാണ്. ഹസീനൻ്റെ ഇളച്ചിയാണ് അത്. അങ്ങനെ അവൾ പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് തന്നെ ബ്രൈഡിനെ കൊണ്ടുവന്നാണ്, പുറത്തുനിന്നല്ല വീട്ടിൽ നിന്ന് തന്നെ ബ്രൈഡിനെ കൊണ്ടുവന്നാണ്. ഇത് വരെ മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ ലുക്കിൽ കാണിച്ചെടുക്കണം കേട്ടോ. മൈലാഞ്ചി പോസ് ചെയ്ത് കാണിച്ചെടുക്കണേ. മൈലാഞ്ചി ഇട്ടതും വേണ്ട മുതലാവുക. അപ്പം അതിനവർ നല്ല പോസ് ചെയ്ത് കാണിച്ചെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 3 ബ്രൈഡ് 3 വെറൈറ്റി ലുക്കല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പം അതേ മൈലാഞ്ചിയൊക്കെ ഫുള്ളായിട്ടിട്ടുണ്ട്. ശരിക്കും ബ്രൈഡ് ഒരുങ്ങിയ പോലെ തന്നെ നല്ല രീതിയിൽ കാര്യമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചി ഇട്ട് സെറ്റ് ചെയ്ത് ഫേഷ്യൽ ചെയ്ത് എങ്ങനെയൊക്കെ ബ്രൈഡ് ഒരുങ്ങണം അങ്ങനെയൊക്കെ തന്നെയാണ് അവർ ഒരുങ്ങിയിട്ടാ. അപ്പം ഇന്നൊരു കല്യാണത്തിൻ്റെ ഡേ പോലെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും കല്യാണ ദിവസം എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ അതുപോലെയാണ് എല്ലാവരും കൂടി അവിടെ ആയത്. അപ്പം അതെ മിസ്സും കുട്ടികളും കൂടി ഒരു അടിപൊളി റീൽ എടുക്കണേ. അതെ മിസ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് മിസ്സാണ് വരുന്നത്. സെക്കൻഡ് ഷഹാനയും ബ്രൈഡും. അത് റിസപ്ഷൻ ലുക്ക്. ഓരോരുത്തരും ഞാൻ സെപ്പറേറ്റ് പറയണില്ല, എല്ലാവരെയും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത്. ഞാനും എൻ്റെ ബ്രൈഡും ഞാനും വല്ലാണ്ട് വീഡിയോയിലൊന്നും വരില്ല. ഇപ്പം ഇന്ന് ഈ ബ്രൈഡിൻ്റെ ലുക്കിൽ വന്നപ്പം ബ്രൈഡ്സിനെ മറ്റുള്ളവരൊക്കെ കാണിക്കുമ്പോൾ പിന്നെ ഞാനായിട്ട് കാണാണ്ടിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് വന്നതാണ് എൻ്റെ ബ്രൈഡിനെയും കൊണ്ട് ഞാനും. അപ്പം ഇതേ ഓരോരുത്തരും അവരവരുടെ ബ്രൈഡിനെയും കൊണ്ടിട്ട് നല്ല ഹാപ്പിയിലാട്ടോ. ക്യാമറമാൻ ബ്രൈഡ്സിന് പല രീതിയിലുള്ള റീൽസിൻ്റെ പോസ്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതേ അവർ പോസ്റ്റ് കൊടുക്കണതൊക്കെ നോക്കിയിട്ട് ഞാൻ ക്യാമറ എടുത്തങ്ങനെ ഓരോ റീൽസ് എടുത്തുകൊണ്ടിരുന്നതാണ്. ഇത് ഓരോ ബ്രൈഡ്സിനെ കാണാനും നല്ലൊരു ഭംഗിയിലായിരുന്നു. ഇപ്പോൾ സെപ്പറേറ്റ് മുഖം ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ നല്ല ഇതിലിങ്ങനെ കാണാണ്ട്. അപ്പോൾ ഓരോ ബ്രൈഡ്സിനും ഓരോ സെപ്പറേറ്റ് റീൽസും കാര്യങ്ങളാണ് കേട്ടോ. ഞങ്ങൾക്കെല്ലാവർക്കും അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു കല്യാണത്തിൻ്റെ പ്രതീതി തന്നെയുണ്ട്. ഇത്രയും ബ്രൈഡ്സുമാരൊക്കെ ഒരുങ്ങി കല്യാണത്തിൻ്റെ പ്രതീതി തന്നെ അല്ലാണ്ട് പിന്നെന്താ. അന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ. അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ എടുത്തിട്ടില്ല. അന്ന് ആ ടൈമിനൊന്നും അങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരു കാര്യം എന്താ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പിന്നീടാണ് ബ്രൈഡ്സൊക്കെ ഒരുങ്ങി ഗ്രൗണ്ടിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം. 2 ബ്രൈഡുമാർ ഇവിടെ നല്ലോണം ഊഞ്ഞാലിലാടണം കേട്ടോ. പുറത്ത് ഗാർഡനിലാണ് ഈ ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം 2 ബ്രൈഡ്സ് ഇരുന്ന് അങ്ങനെ ഊഞ്ഞാലാടുകയാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ ബ്രൈഡ്സിനെ ഒരുക്കല് ഓരോരുത്തർ ഒരുക്കി ആയപ്പോഴേക്കിന് 3 മണിയാകുമ്പോഴാണ് കേട്ടോ ബ്രൈഡ്സൊക്കെ എല്ലാവരും ഒരുങ്ങിയിട്ട് താഴേക്ക് വരുന്നത്. അതിനിടയിൽ ഞങ്ങളെല്ലാവരും പോയിട്ട് ഫുഡൊക്കെ കഴിക്കും. പിന്നെ ബ്രൈഡ്സിനുള്ള ഫുഡ് മേക്കപ്പ് മാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ ബ്രൈഡിൻ്റെ മേക്കപ്പ് ചെയ്യണ ആളോ അല്ലെങ്കിൽ വേറൊരാളോ കൊണ്ടുവന്നിട്ട് ബ്രൈഡിന് വാരി കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ അവിടെ കഴിച്ചിരുന്നു കേട്ടോ. സൗണ്ട് വല്ലാത്ത ഡിസ്റ്റർബായി കിച്ചിണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് സൗണ്ട് ഇടാണ്ടിരിക്കാൻ വയ്യ. കുറേ ദിവസമായി എൻ്റെ വീഡിയോ ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ ഇതിനി ഇരുന്നിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഇനി കൂടുതൽ ഡിസ്റ്റർബായി വരുള്ളൂ വിചാരിച്ചിട്ടാണ് വീണ്ടും ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കണത് അതുകൊണ്ടാണ്. കിച്ച് കൂടുകയുള്ളൂ. കുറേ ദിവസമായി നമ്മളത്
വീഡിയോ ചെയ്യാതിരിക്കണേ. അപ്പോൾ എത്രയോ 2-3 മാസത്തോളമായി കോഴ്സ് അത് കഴിഞ്ഞിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇതൊന്നും ഇടാം. ഇത് ഇനിയിപ്പോൾ ഒരാഴ്ചക്കൊക്കെ ഇതിലേറെ കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇട്ടത്. അപ്പം സൗണ്ട് ഡിസ്റ്റർബ് ആവണുണ്ടെങ്കിൽ തൽക്കാലം സോറി ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. കുറേ ദിവസം ഇത് ചെയ്യാണ്ടിരിക്കുമ്പോൾ പിന്നെ ഫോൺ ഹാങ് ആയി കിടക്കാന്നല്ലാതെ വീഡിയോ ചെയ്യാൻ പറ്റണില്ല. അപ്പം എന്തായാലും ഓരോ ടൈമിനും ഓരോ തിരക്കായിട്ട്. അപ്പം എന്തായാലും ഞാൻ ഇന്ന് ഈ സൗണ്ടിലൂടെ തന്നെ അങ്ങനെ ചെയ്യണം. ഇത് നേരത്തെ ചെയ്തപ്പോൾ ഇത്ര തന്നെ ഡിസ്റ്റർബ് ഇല്ലാത്ത സൗണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലും ഡിസ്റ്റർബായി വന്നിട്ടുണ്ട്. ഓരോ ബ്രൈഡ്സിനും സെപ്പറേറ്റ് ഒരുക്കിയത് കാണിക്കണിട്ട. ഇപ്പം ഇതേ സംസു വന്നിരുന്നു. സംസും റഷ്യൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി വന്നിരുന്നു. അപ്പോൾ സംസു ഐസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വീട്ടിൽ നിന്ന് എല്ലാവർക്കും കൂടി ഐസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട. അപ്പം ഞങ്ങൾ ബ്രൈഡൽ ഡേൻ്റെ ദിവസം എല്ലാവരും കൂടി ഐസ് കഴിക്കണേ. അതാണ് ലാസ്റ്റ് ഉണ്ടായ. ഫസ്റ്റ് ഞങ്ങൾ ലൈമ് കൊണ്ടുവന്നിപ്പിച്ച് കുടിച്ചിരുന്നു. പിന്നെ ഇവരെല്ലാവരും കൂടി വന്നപ്പോൾ അത് മൊത്തത്തിൽ ചോക്കോ ഐസാണ്. നല്ല രസമുള്ള ചോക്കോബാർ അല്ലാതെ ഐസ് തന്നെ അടിപൊളി ഐസ് ഡ്രൈലൊന്നായിട്ട് കൊണ്ടുവന്നേ. അപ്പം അത് ഞങ്ങളെല്ലാവരും കൂടി തല്ലുകൂടി എടുത്തിട്ട് കഴിക്കണ ഒരു രംഗം കൂടി ഇതിലൂടെ വരുന്നുണ്ട് കേട്ടത്. ഇപ്പം വരും നമുക്ക് ഐസ് ബോക്സ് ഇങ്ങോട്ടിട്ട്. അപ്പോൾ അതെ ഇവിടെ ഐസ് ബോക്സിന് അടിയാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. ഐസ് തിന്നാൻ തല്ലുകൂടുന്ന ബ്രൈഡ്സ്. എന്താ വെച്ചാൽ ഐസിന് എല്ലാ ബ്രൈഡും കൂടി ഐസ് തിന്നാണ് ബ്രൈഡ്സ്. ഇതേ നോക്കിയേ, ഓരോരുത്തരും ഐസിന് അടിയാട്ടെ. അപ്പം ഇങ്ങനെ മൊത്തം ഗ്രൗണ്ട് മൊത്തം എല്ലാ ബ്രൈഡ്സിനും പിന്നെ ഫാക്കൽറ്റീസിനും മൊത്തം നമ്മൾ ഐസൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പല ഫ്ലേവറിലുള്ള ഐസ് ആയിരുന്നത് ബ്രൈഡ് ഐസ് തന്നെ. അതാ ഞാൻ പറഞ്ഞത് ഐസ് തന്നെ ബ്രൈഡ്സ്. അങ്ങനെ ബ്രൈഡ്സിനെ മൊത്തം കൊടുത്ത് എല്ലാവരും ഐസൊക്കെ കഴിക്കണേ. കുറേ ആൾക്കാർ ഊഞ്ഞാലിൽ, കുറേ ആൾക്കാർ തറയില്ലതാ. ഞാൻ ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ എനിക്ക് ഐസ് തിന്നണത് കാണിച്ചു തരണേ. ശാലിനി ഐസ് തിന്നണ മോഡല് ഇത് നോക്ക്, ഐസ് തിന്നണത്. അങ്ങനെ എല്ലാവരും ഐസ് തിന്നണ വീഡിയോസും എല്ലാവർക്കും ഐസ് കൊണ്ടുവന്നിട്ടാ. ബോക്സ് കണക്കിന് ഐസ് കൊണ്ടുവന്നിട്ട് അവിടെ നന്നായിട്ട് വിതരണം ചെയ്ത് എല്ലാവരും കഴിച്ച്. അപ്പോൾ അവർ മാത്രമേ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചില ആൾക്കാരൊക്കെ അമ്മമാരും ഉമ്മമാരൊക്കെ വന്നിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഷംസും റഷീദൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു. ഷംസും വൈഫും പിന്നെ ഇളച്ചി എല്ലാവരും വന്നിരുന്നു. അപ്പോൾ അവരെന്നെ ഉള്ളായിരുന്നു ഫാമിലി കൂടുതലും വന്നവർ. മറ്റുള്ളവരൊന്നും അങ്ങനെ ഫാമിലി വന്നിട്ടില്ല. അവർ തൊട്ടടുത്ത് തന്നെ അല്ലേ. അപ്പോൾ അവരൊക്കെ വന്നിരുന്നു. മണവാട്ടി ഐസ് തിന്നണില്ല. ഓരോരുത്തർ ഊഞ്ഞാലിൽ പോയിരുന്ന ഐസ് തിന്നണേ. മറ്റേ റൗണ്ട് ഊഞ്ഞാലിലും സാധാ ഊഞ്ഞാലിലും പിന്നെ കീണ സീസല്ലേ അതിലൊക്കെ ഓരോരുത്തർ ഐസും കൊണ്ട് കയറി കേട്ടാ. എത്ര ഇതിൽ ഈ ഊഞ്ഞാലിൽ ആ റൗണ്ട് ഊഞ്ഞാലിൽ കുറേ ബ്രൈഡ്സ് ഇരുന്നിട്ടാണ് ഐസ് തിന്നണത്. കുട്ടികളൊക്കെ അതിനൊക്കെ ഐസ് കടിച്ച് വലിച്ച് തിന്നണം ഓരോരുത്തർ. അത് രസമല്ലേ എല്ലാവരും. പിന്നെ അങ്ങനെയാണ് അന്നത്തെ ദിവസം ഞങ്ങൾക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാണ്ടായിട്ടുണ്ട്. എല്ലാവരും അവിടേക്ക് എന്ത് രസമറിയാം ആ ഏരിയ കാണാൻ. നീന്തപ്പനും കാര്യങ്ങളും സീസോ. പിന്നെ കൊച്ചുമക്കൾക്ക് കളിക്കാനുള്ളതാണ് സീസൊക്കെ ഉള്ളത്. അതാ ഞാൻ പറഞ്ഞ റൗണ്ട് ഊഞ്ഞാലിരുന്നിട്ട് ഐസ്. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ മിസ്സ് ഞങ്ങളുടെ ഫാക്കൽറ്റി അഥവാ ഞങ്ങളുടെ മിസ്സ് സജന മിസ്സും കൂടി പോയിട്ട് അവരെ കൂടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഊഞ്ഞാലിലൊക്കെ ആടി അങ്ങനെ കളിക്കണ ഒരു ഊഞ്ഞാലാട്ടി കൊടുക്കണേ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ കുറച്ച് ദിവസം എല്ലാവരും കൂടി നല്ലൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 25 ദിവസത്തെ കോഴ്സായിരുന്നു. ആ കോഴ്സ് കഴിയണവരെ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ലാസ്റ്റായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഐസ് തിന്നണേ. അവിടെ ഒരു നല്ല കിണറുണ്ട്. അതിന് ചുറ്റും ഒരു ഗാർഡൻ പോലെ ഒരുക്കി ടൈമിൽ അവിടെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് കേട്ടോ. പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും കഴിക്കാനൊക്കെ പറ്റിയ സ്റ്റേജ് പോലെ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അവിടെ വെച്ചിട്ട്. ഇത്രയും ദിവസം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ക്ലാസ് നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ എൻഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലെങ്ത്തുള്ള വീഡിയോ നമ്മൾ ചെയ്തത് മൊത്തത്തിൽ കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്
ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. മൊത്തത്തിൽ കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തം ബ്രൈഡ്സിനെയും മൊത്തം ഫാക്കൽറ്റീസിനെയും മൊത്തം മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും കിട്ടണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പം ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബും ചെയ്യണേ, കൂട്ടാക്കണം.